ഞങ്ങൾ വരുമ്പോൾ സംസാരിക്കുകയായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിരുന്നു, സാർ പറയണ്ടായിരുന്നു. ആന വന്നിരുന്നു. നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ? എത്ര പേര് ഈ പ്രദേശത്ത് ആനകൾ ഇറങ്ങിയവർ നേരിട്ട് കണ്ടിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഏതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കണ്ടവർ പറയുന്ന ഒരു പ്രതികരണം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റൈലായിരിക്കും. കാണാത്തവർക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിച്ചതോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ എഴുതി പഠിച്ചതോ ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങളുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള അറിവ് നേടിയ ഒരാൾക്ക് വളരെ പെട്ടെന്ന് അത്തരം ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നേടിയ അറിവുകളാണ് ഒരാളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള പാതകൾക്ക് എപ്പോഴും സഹായകമാകും. ഇത് ലോക ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിസെഫിന്റെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിങ്ങാണ്. അത് മനസ്സിലാക്കുകയും വരുന്ന ഒരു കാലത്ത് ഒരു ലോക പൗരരായി കുട്ടികൾ ജീവിക്കേണ്ട സമയത്ത് എന്തെല്ലാം സ്കില്ലുകളാണ് നേടേണ്ടത്. നമുക്കറിയാം, നമ്മളുടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നു, ഭാഷ പഠിക്കുന്നു, വ്യാകരണം പഠിക്കുന്നു, പഠിക്കുന്നു. പക്ഷെ ഇങ്ങനെ നേടിയ പല കാര്യങ്ങളും എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാരണമുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ നേടുന്ന ഈ അറിവ്, സാർ നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെ SBCയിൽ വരുന്ന ഒരു കോഴ്സ് ഡൊമസ്റ്റിക് കാര്യങ്ങൾ പറയുന്ന ഇലക്ട്രിക്കൽ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന പല കാര്യങ്ങളെയും നേരിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ചില പ്രാക്ടീസ് അതിൽ തുടക്കത്തിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ ഒരു വേദിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഞ്ച് മാസമായാലും 4 മാസമായാലും നിങ്ങളുടെ കൂടെ കൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് തുടർന്ന് കുറിച്ച് 3 ദിവസം നമ്മളിവിടെ ഉണ്ടാവും. അതിനുശേഷം ഈ ക്യാമ്പിലെ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് കുടുംബ ബഡ്ജറ്റിംഗ് ആണ്, 2 സോഫ്റ്റ് സ്കിൽസ് ആണ്. സോഫ്റ്റ് സ്കിൽസ് മീൻസ് ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു മേഖലയാണ്. അതുപോലെ ഗ്രീൻ സ്കിൽസ് എന്ന് പറയുന്നത് കൃഷിയെക്കുറിച്ചുള്ള, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആസ് എ വേൾഡ് സിറ്റിസൺ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഡംപിങ്, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ, അതുപോലെ പാചകം, ഈ കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ 9ാം ക്ലാസ് കുട്ടികൾക്ക് ഒരു 3 ദിവസം കൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങളെ കുറിച്ച് ഇതിന് തുടർച്ചയും എവിടെയാണ് ചോദിക്കുന്നത്. സോ നിങ്ങളിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ പൊതുസമൂഹത്തിലേക്കും കൃത്യമായിട്ടൊരു കാര്യം എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും അതുപോലെ സംരക്ഷ കേരളയും ഇത്തരമൊരു സംവിധാനവുമായി നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ പഠനകാലങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ കാനഡയിലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന UK പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ആ ഒരു തരത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പദ്ധതിയുമായി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫണ്ടിങ് നമുക്ക് തരുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിസെഫാണ്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടി മേഖലയിലുള്ള ഈ മേഖലയിലുള്ള കുട്ടികൾ എന്താണ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് അറിയാൻ യൂണിസെഫിന് താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഓഫീസർ ഷാജി സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണം. ഇവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട്, ഇവിടെയുള്ള കുട്ടികളുടെ പ്രതികരണം, ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെ പ്രതികരണം, ഇവിടെയുള്ള സാറ് പോലെയുള്ള രാമൻ സാറ് പോലെയുള്ള ഇവിടെ സന്ദർശിക്കുന്നവരുടെ പ്രതികരണം ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇതിന് അതേ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കുകയാണ്, മ്യൂണിസിപ്പാലിറ്റി നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെ ഡോക്യുമെന്റേഷന്റെ ചുമതല വഹിക്കുന്ന കൃത്യമായിട്ട് ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഇതിന്റെ ഒരു തുടർച്ച ഇനി 2 ക്യാമ്പുകൾ കൂടി നമുക്ക് ഉണ്ടാകും എന്നാണ് നമുക്ക് നിർദ്ദേശം. അപ്പൊ ഇവിടെ മികച്ച രീതിയിൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് വളരെ എക്സലൻസ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് 2 ക്യാമ്പ് നമ്മുടെ സമ്മർ വെക്കേഷന് മുമ്പ് സ്റ്റേറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ റെസിഡൻഷ്യൽ ആയിക്കൊണ്ട് മറ്റുള്ള സ്കൂളിലെ കുട്ടികളുടെ കൂടെ മറ്റുള്ള PRC കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ട് ഇരിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ കുട്ടികൾ ലഭ്യമാകുമെന്നാണ് നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഒരു സമാന ദിവസമായിരിക്കും കുറച്ചുകൂടെ ഒരു വൈബായിട്ടുള്ള. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഒരു മുകുളം പൊട്ടാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ കൗതുകം അങ്ങനെ തന്നെ ഇരുന്ന്
അത് ഒരു പ്രായതലത്തിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. സോ യു ഹാവ് ബീൻ സർട്ടിഫൈഡ്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഉയർന്ന തലങ്ങളിൽ വിവിധ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അതിനോട് എല്ലാം ഉപരിയായിക്കൊണ്ട് നിങ്ങളിലൂടെ ഒരു പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ വകുപ്പ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പ്രചാരണം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നു. എല്ലാവരും ഈ ഒരു ലൈഫ് 24 എന്ന് പറയും, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അഡ്വാൻസ് ബുക്ക് എന്ന് പറയുന്ന ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് ലൈഫ് 23 നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് സാറ് പറഞ്ഞതുപോലെ തിയറി പഠിക്കലല്ല, മറിച്ച് ഒരു പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറിയിലേക്ക് ഈ 4 ചുവടുകൾക്ക് പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ട് അവരുടെ ജീവിതം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു നൈപുണ്യം ഡെവലപ്പ് ചെയ്തെടുക്കുകയും അവർക്ക് സ്വയം സമ്പാദ്യശേഷിയും അതിലൂടെ വളർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞതിലേക്ക് നമ്മൾ പൂർണ്ണ റിസോഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സമീപനമായിക്കൊണ്ടാണ്, ഒരു പദ്ധതിയായിക്കൊണ്ടാണ് യുനിസെഫും SSKയും വിദ്യാഭ്യാസ വകുപ്പും ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മാറാൻ നമ്മൾ വലിയ കഴിയണം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ കുട്ടികൾക്കും ഈ 3 ദിവസം വളരെ സുഖമായി അവരുടെ ജോലി നിർത്താനുള്ള താല്പര്യവും കഴിവുമൊക്കെ ഉണ്ട്. എല്ലാവരും സജീവമായിട്ട് ഇടപെടണം, നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സ്വതന്ത്രമായിട്ട് ഉണ്ടാവണം എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം വിദ്യാഭ്യാസ വകുപ്പിനും SSKയ്ക്കും യുനിസെഫിനും വേണ്ടി അറിയിച്ചുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മുടെ സാറുമാരും പറയും. എല്ലാവർക്കും ഇതിൽ കൂടെ എല്ലാവരും ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി.